ഒരു നേതാവിനെ വലിയ നേതാവാക്കുന്നത് അവന്റെ പദവിയല്ല, അവനെ ചുറ്റിപ്പറ്റി ഒരു തലമുറ സ്വപ്നം കാണാൻ തുടങ്ങുന്ന നിമിഷത്താണ് അവൻ നേതാവായി മാറുന്നത്. 1920കളുടെ മധ്യത്തിൽ ഇന്ത്യയിൽ അത്തരമൊരു തലമുറ വളർന്നു വന്നുകൊണ്ടിരുന്നു. അവരുടെ മുന്നിൽ ഒരു പുതിയ ഇന്ത്യയുടെ സ്വപ്നം. ആ സ്വപ്നത്തിന് ഒരു പുതിയ യുവശബ്ദം പതുക്കെ ശക്തി നേടി വരികയായിരുന്നു: സുഭാഷ് ചന്ദ്രബോസ്. വർഷം 1927. ദീർഘകാലത്തെ തടവിനും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ശേഷം സുഭാഷ് മണ്ടാലയിലെ ജയിലിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. അവൻ സഞ്ചരിച്ചിരുന്ന കപ്പൽ കൽക്കട്ടയിലെ തുറമുഖത്തേക്കടുത്തു. അവൻ ഇനി പഴയ സുഭാഷ് അല്ല. ജയിലും രോഗവും ഏകാന്തതയും ഗുരുവിന്റെ മരണവും ഇവയെല്ലാം അവന്റെ ചിന്തയെ കൂടുതൽ ആഴത്തിലുള്ളതാക്കി. ആ ആഴത്തിലാക്കിയ ചിന്തകൾ അവനെ കൊണ്ടെത്തിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്കായിരുന്നു. അവൻ ആ കൽക്കട്ടയുടെ തെരുവുകളിലൂടെ നടന്നു. പക്ഷേ അവൻ തിരിച്ചെത്തിയപ്പോൾ അവനെ കാത്തിരുന്നത് വിശ്രമിക്കാനുള്ള സമയമായിരുന്നില്ല. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വീണ്ടും പുതിയൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു. 1920കളിൽ ഇന്ത്യയിലെ യുവാക്കൾ മുൻ തലമുറയേക്കാൾ കൂടുതൽ വ്യത്യസ്തമായി ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് സ്വാതന്ത്ര്യം വേണം. പക്ഷെ എപ്പോൾ, എങ്ങനെയാണ്, എത്രത്തോളം പോരാടണം? ഈ ചോദ്യങ്ങൾക്ക് അവർക്ക് വ്യത്യസ്തമായ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ ഗാന്ധിജി അഹിംസയെയും ജനകീയ പ്രസ്ഥാനങ്ങളെയും പ്രധാന ആയുധമാക്കി. മറ്റൊരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കൂടുതൽ വേഗത്തിലുള്ള ശക്തമായ രാഷ്ട്രീയ പോരാട്ടം ആവശ്യമായിരുന്നു. ആ യുവാക്കളുടെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുഭാഷ്. ഇക്കാലത്ത് തന്നെ മറ്റൊരു യുവ നേതാവും ദേശീയ രാഷ്ട്രീയത്തിൽ ശക്തമായി ഉയർന്നു വരികയായിരുന്നു: ജവഹർലാൽ നെഹ്റു. നെഹ്റുവും സുഭാഷും പല കാര്യങ്ങളിലും ഒരേ തലമുറയുടെ പ്രതിനിധികളായിരുന്നു. ഇരുവർക്കും ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു ആവശ്യമായുള്ളത്. ഇരുവരും ഇന്ത്യയുടെ ഭാവിയെ ഒരു ആധുനിക രാഷ്ട്രീയമായി തന്നെയാണ് കണ്ടത്. പക്ഷേ അവരുടെ രാഷ്ട്രീയ യാത്ര എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ ആയിരുന്നില്ല. അവരുടെ സൗഹൃദവും മത്സരവും വ്യത്യാസങ്ങളും പിന്നീട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാകുന്നുണ്ട്. ഈ സമയത്ത് ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട്. വർഷം 1928. ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയുടെ ഭരണഘടനമായ ഭാവിയെക്കുറിച്ച് പഠിക്കാൻ സൈമൺ കമ്മീഷനെ അയച്ചു. പക്ഷേ കമ്മീഷനിൽ ഒരൊറ്റ ഇന്ത്യൻ അംഗം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ത്യക്കാരുടെ ഭാവിയെക്കുറിച്ച് തീരുമാനിക്കാൻ ഇന്ത്യക്കാരില്ലാത്ത ഒരു കമ്മീഷൻ. രാജ്യമെമ്പാടും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടു. കറുത്ത കൊടികളുമായി വിദ്യാർത്ഥികളും നേതാക്കളും തെരുവിലേക്ക് ഇറങ്ങി. ലാഹോറിൽ ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ലാലാ ലജ്പത് റായ് ആയിരുന്നു. ജനക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് മുദ്രാവാക്യങ്ങൾ, പെട്ടെന്ന് പോലീസിന്റെ വിസിൽ, ലാത്തികൾ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നു. പ്രതിഷേധം ലാത്തിചാർജിലേക്ക് മാറി. ലാലാ ലജ്പത് റായ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. പിന്നീട് ഈ ഒരു ലാത്തിചാർജിന്റെ ഫലമായി അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മരണം രാജ്യത്തെ യുവാക്കളിൽ വലിയ കോപമുണ്ടാക്കി. വളർന്നു വന്നിരുന്ന ഓരോ തലമുറയും ബ്രിട്ടീഷ് ഭരണത്തെ വ്യത്യസ്തമായ കണ്ണുകളിലൂടെ നോക്കിക്കാണാനായി തുടങ്ങി. ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും മാത്രമായിരുന്നില്ല, ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദും ഈ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും നേതൃത്വത്തിലുള്ള മറ്റൊരു യുവ വിപ്ലവധാരയും ഇതേ കാലഘട്ടത്തിൽ തന്നെ ശക്തമായി വരുന്നുണ്ടായിരുന്നു. ഭഗത് സിംഗിനെ പോലുള്ള യുവാക്കൾ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആയുധ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് നീങ്ങുകയായിരുന്നു. പക്ഷേ സുഭാഷിന്റെ വഴി മറ്റൊന്നായിരുന്നു. പക്ഷേ ഈ രണ്ടുപേരുടെയും ഉള്ളിൽ ഒരു പൊതുവികാരം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കണം. ആ സമയത്ത് സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുമെല്ലാം കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ സ്വാതന്ത്ര്യത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ പലപ്പോഴും നടക്കുമായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനുള്ളിൽ സ്വയംഭരണം മാത്രം മതിയോ, അതോ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം വേണമോ? സുഭാഷും നെഹ്റുവും പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുവന്നു. യുവജനങ്ങളിൽ ഈ ആശയത്തിന് വലിയ സ്വീകാര്യതയും ലഭിച്ചു. വർഷം 1929. ലാഹോറിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനം കോൺഗ്രസിന്റെ ചരിത്രത്തിലെ തന്നെ വളരെ നിർണായകമായ ഒരു വർഷം. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനായി. ലാഹോർ സമ്മേളനം പൂർണ്ണ സ്വരാജിന്റെ ലക്ഷ്യത്തിലേക്ക് ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചു. അതായത് ഇനി ഇന്ത്യയുടെ ആവശ്യം ചെറിയ ചെറിയ ഭരണപരിഷ്കാരങ്ങളല്ല, ഇന്ത്യ അവരിലൂടെ പൂർണ്ണമായ സ്വാതന്ത്ര്യം ആവശ്യപ്പെടുകയായിരുന്നു. ഇത്തരം ആവശ്യങ്ങൾ ഉണ്ടായിട്ടും ബ്രിട്ടീഷുകാർ കുലുങ്ങിയില്ല. വീണ്ടും വീണ്ടും ബ്രിട്ടീഷുകാർക്കെതിരായി നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ തെരുവിലേക്ക് നടന്നു. 1930. ദേശീയ പതാക ഏന്തിയ ജനക്കൂട്ടം തെരുവിലേക്ക് ഇറങ്ങി. അവരുടെ മുന്നിൽ മഹാത്മാഗാന്ധി. അതുവരെ നടത്തിയ സമരത്തിൽ ഉപരിയായി ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പുതിയൊരു ജനകീയ പ്രസ്ഥാനം ആരംഭിച്ചു. ഗാന്ധിജിയോടൊപ്പം രാജ്യം വീണ്ടും തെരുവിലേക്ക് ഇറങ്ങി. ജയിലുകൾ നിറഞ്ഞു, പോലീസ് സ്റ്റേഷനുകൾ നിറഞ്ഞു. പക്ഷേ പ്രസ്ഥാനം ഒരിക്കലും പിന്നോട്ട് പോയില്ല. അതിനെ തുടർന്ന് നിരവധിയായിട്ടുള്ള സംഘർഷങ്ങൾ ഇന്ത്യയിൽ അരങ്ങേറി. ഈ കാലഘട്ടത്തിൽ തന്നെ സുഭാഷിന്റെ ജനപ്രീതി വളരെ വേഗത്തിൽ ഉയർന്നുകൊണ്ടേയിരുന്നു, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ. അവനിൽ അവർ കണ്ടത് ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിനെ മാത്രമല്ല, അവർ കണ്ടത് ധൈര്യവും അച്ചടക്കവും ത്യാഗവും പ്രവർത്തിക്കാനുള്ള ആവേശവുമുള്ള ഒരു ചെറുപ്പക്കാരനെയാണ്. അവന്റെ പ്രസംഗങ്ങളിൽ സ്വാതന്ത്ര്യം എന്ന അടിയന്തരമായ ഒരു ആവശ്യമുണ്ടായിരുന്നു. ഇന്നല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്ന് അവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. സുഭാഷിന്റെ ജനങ്ങൾക്കിടയിലുള്ള ഉയർച്ചയും അവന്റെ പിന്നിലുള്ള വലിയ ജനപങ്കാളിത്തവും ബ്രിട്ടീഷ് സർക്കാരിന് അത്രയ്ക്ക് സന്തോഷം നൽകിയില്ല.
സുഭാഷിനെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോലീസിന് സമ്മതം കിട്ടിയപ്പോൾ വീണ്ടും സുഭാഷിനെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു. ജയിൽ എന്നത് അവന്റെ ജീവിതത്തിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിട്ട് മാറി. പക്ഷേ ഓരോ തവണയും ജയിൽവാതിൽ അടയുമ്പോൾ പുറത്ത് ഒരു പുതിയ സുഭാഷ് ജനിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം ശക്തമാകുമ്പോൾ ലോകവും വലിയ മാറ്റങ്ങളിലേക്ക് നീങ്ങുകയായിരുന്നു. യൂറോപ്പിൽ ഫാസിസം ഉയർന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ അധികാരത്തിലെത്തി. ഇറ്റലിയിൽ മുസോളിനി. ലോകം പുതിയൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സുഭാഷ് ഈ ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രദ്ധാപൂർവം പഠിച്ചു. കാരണം അവൻ ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്നത് ഇനി ഇന്ത്യക്കുള്ളിൽ മാത്രം നടക്കുന്ന ഒരു പോരാട്ടമല്ല. ആ പോരാട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ അത് നടക്കുന്ന ഭൂമിയിൽ തന്നെ എത്തിപ്പെടണമെന്ന് സുഭാഷിന് അറിയാമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിൽ 1933 ശേഷം സുഭാഷ് കൊൽക്കത്തയിൽ നിന്നും യൂറോപ്പിലേക്ക് യാത്ര ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചെത്താം എന്ന് വിചാരിച്ചിരുന്ന സുഭാഷിന് ആരോഗ്യപരമായ ചില കാരണങ്ങളാലും ഇന്ത്യയിൽ നടക്കുന്ന ചില രാഷ്ട്രീയ സാഹചര്യങ്ങളാലും യൂറോപ്പിൽ കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വന്നു. ഈ സമയമെല്ലാം യൂറോപ്പിലെ പ്രധാന നഗരങ്ങളായ വിയന്നയിലൂടെയും റോമിലൂടെയും ബെർലിനിലൂടെയും സുഭാഷ് ഒരുപാട് യാത്ര ചെയ്തു. അവൻ ലോക രാഷ്ട്രീയത്തെ നേരിട്ട് കാണാനായി തുടങ്ങി. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് അന്താരാഷ്ട്ര സാഹചര്യങ്ങളുമായി അവൻ ബന്ധിപ്പിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ഇന്ത്യ വിട്ടു പോയപ്പോൾ അവൻ ഒരു ദേശീയവാദിയായിരുന്നു. പക്ഷേ തിരിച്ചെത്തുമ്പോൾ അവൻ ഒരു അന്താരാഷ്ട്ര ചിന്തകനായി മാറിയിരുന്നു. അവൻ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെ ലോകശക്തികളുടെ തുലാസുമായി ബന്ധിപ്പിച്ച് കാണാനായി തുടങ്ങി. ബ്രിട്ടീഷ് സാമ്രാജ്യം എത്ര ശക്തമാണെങ്കിലും അതൊരിക്കലും ശാശ്വതമാകില്ലെന്ന് അവൻ വിശ്വസിച്ചിരുന്നു. ആ ദിവസം മുതലേ അവൻ ചിന്തിച്ചു വെച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ലോക രാഷ്ട്രീയത്തിലെ വലിയൊരു പ്രതിസന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ദൗർബല്യം സൃഷ്ടിക്കും. ആ നിമിഷം ഇന്ത്യ തയ്യാറായിരിക്കണം. ആ സമയത്ത് ഇറങ്ങി തിരിച്ചാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഉറപ്പായിരിക്കും. പക്ഷേ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും വലിയ സംഘർഷങ്ങളിലൊന്ന് ഇനിയും വരാനുണ്ടായിരുന്നു. അത് ബ്രിട്ടീഷുകാരും സുഭാഷും തമ്മിലുള്ള സംഘർഷം മാത്രമല്ല, അത് സുഭാഷും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ആശയ സംഘർഷമായിരുന്നു. സ്വാതന്ത്ര്യം എങ്ങനെ നേടണം, എത്ര വേഗത്തിൽ നേടണം, ഏത് രീതിയിൽ നേടണം, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ദൗർബല്യത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, ഈ ചോദ്യങ്ങൾ കോൺഗ്രസിനെ ഒരു വലിയ പിളർപ്പിലേക്ക് നയിക്കാൻ പോവുകയായിരുന്നു. നമ്മൾ സുഭാഷിനെ ആദ്യമായി ഒരു വിദ്യാർത്ഥിയായാണ് കണ്ടതെങ്കിൽ പിന്നീട് ഒരു ഇന്ത്യൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായും ഒരു തടവുകാരനായും ഒരു സംഘാടകനായും ഒരു യുവജന നേതാവായും ഇപ്പോൾ അവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ നേതൃനിരയിലേക്ക് നീങ്ങുന്ന ഒരാളുമായിരുന്നു. പക്ഷെ ഒരു നേതാവിന്റെ ഉയർച്ച എപ്പോഴും എല്ലാവർക്കും സന്തോഷം നൽകില്ല. സുഭാഷിന്റെ ജനപ്രീതി വളരുന്നത് കണ്ടും അവന്റെ ആശയങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് കണ്ടും അവന്റെ പിന്നിലെ യുവാക്കളെയും തൊഴിലാളികളെയും ദേശീയവാദികളെയും വളർന്നു വരുന്ന പുതിയ തലമുറയും കണ്ടതോടുകൂടി കോൺഗ്രസിലെ തന്നെ പല നേതാക്കന്മാരും സുഭാഷിനെതിരെ തിരിയുകയായിരുന്നു. പക്ഷേ ചരിത്രം അവനോട് ഒരു ചോദ്യം തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി നീ എത്ര ദൂരം പോകും? ആ ചിന്തയോടുകൂടി ഇന്ത്യൻ ചരിത്രത്തിന്റെ ദിശ തന്നെ മാറാൻ പോവുകയായിരുന്നു.